സാധാരണയായി WWE-യിൽ വേൾഡ് ചാമ്പ്യന്മാർക്കെതിരെയാണ് ചലഞ്ച് ഉണ്ടാവാറുള്ളത്. എന്നാൽ വേൾഡ് ചാമ്പ്യന്മാർ 3 പേരും കൂടി വന്നിട്ട് ചലഞ്ച് ചെയ്ത ഒരു മുതലുണ്ടായിരുന്നു. 2007 റോയൽ റംബിളിന് ശേഷം നടന്നിട്ടുണ്ടായിരുന്ന റോ എപ്പിസോഡിൽ ആ വർഷത്തെ റോയൽ റംബിൾ വിന്നറായിട്ടുള്ള അണ്ടർടേക്കറിനെതിരെയായിരുന്നു ഈ ഒരു പ്രതിഭാസം നടന്നത്. ആ സമയത്ത് WWE ചാമ്പ്യനായിട്ടുള്ള ജോൺ സീന, വേൾഡ് ഹെവിവെയ്റ്റ് ചാമ്പ്യനായിട്ടുള്ള ബാറ്റിസ്റ്റ, ECW ചാമ്പ്യനായിട്ടുള്ള ബോബി ലഷ്ലി എന്നിവർ 3 പേരും കൂടിയായിരുന്നു വന്നുകൊണ്ട് ഒരുമിച്ച് അണ്ടർടേക്കറിനെ ചലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ടേക്കറിന് ആര് വേണമെങ്കിലും സെലക്ട് ചെയ്യാമായിരുന്നു. അണ്ടർടേക്കർ അങ്ങനെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് വേൾഡ് ഹെവിവെയ്റ്റ് ചാമ്പ്യനായിട്ടുള്ള ബാറ്റിസ്റ്റയെ ആയിരുന്നു. അതിനുശേഷം ജോൺസിനക്ക് മറ്റു പല എതിരാളികൾ ആ ഒരു സെഗ്മെന്റിൽ തന്നെ വന്നെങ്കിലും ഈ സമയത്തെല്ലാം തന്നെ അണ്ടർടേക്കർ നോക്കി നിന്നിട്ടുണ്ടായിരുന്നത് ബാറ്റിസ്റ്റയുടെ മുഖത്തേക്ക് മാത്രമായിരുന്നു. ഏറ്റവും അവസാനം ടേക്കറിന്റെ മുൻപിൽ ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് ചാമ്പ്യൻഷിപ്പും ഉയർത്തിപ്പിടിച്ച് നിന്നിട്ടുണ്ടായിരുന്ന ബാറ്റിസ്റ്റയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ടേക്കറിന്റെ കയ്യിൽ നിന്നും 1-1.5 ചോക്സ്ലാം ആയിരുന്നു. ഇത് അവസാനിച്ചിട്ടുണ്ടായിരുന്നത് റസൽമീനിയ 23 അണ്ടർടേക്കർ വേഴ്സസ് ബാറ്റിസ്റ്റ തമ്മിലുള്ള വേൾഡ് ഹെവിവെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് മാച്ചിലും. അങ്ങനെ ഏറ്റവും അവസാനം ആ ഒരു മാച്ചിൽ വിജയിച്ചുകൊണ്ട് വേൾഡ് ഹെവിവെയ്റ്റ് ചാമ്പ്യനായി തന്റെ സ്ട്രീക്ക് നിലനിർത്തുന്ന ടേക്കറിനെയായിരുന്നു നമ്മൾ കണ്ടത്. ശരിക്കും അന്ന് ജോൺസിനെ ടേക്കർ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇവരുടെ രണ്ടുപേരുടെയും പ്രൈം ടൈമിൽ നമുക്കൊരു കിഡിലൻ മാച്ചും കിഡിലൻ ഫ്യൂഡും കാണാമായിരുന്നു. പക്ഷെ അത് നടക്കാത്തതുകൊണ്ട് WWE-യിൽ കണ്ടതിൽ വെച്ച് എക്കാലത്തെയും മികച്ച ഫ്യൂഡ് തന്നെയായിരുന്നു ബാറ്റിസ്റ്റ വേഴ്സസ് അണ്ടർടേക്കറിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്.